നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എന്തെല്ലാമാണ് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവങ്ങൾ? ഒരു വ്യക്തി നിങ്ങൾക്ക് ടോക്സിക് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിന് ചില ലക്ഷണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ടോക്സിക് എന്നാൽ വിഷമയം, വിഷലിപ്തമായത് എന്നാണ് അർത്ഥം. അധികവും റിലേഷൻഷിപ്പ് എന്ന പദത്തിനൊപ്പമായിരിക്കും നിങ്ങളിൽ മിക്കവരും ടോക്സിക് എന്ന പദവും കേട്ടിരിക്കുക. ബന്ധങ്ങളിൽ ബന്ധപ്പെടുത്തിയാണ് ഇത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ദോഷമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ നശിപ്പിക്കും വിധത്തിലുള്ള വിഷലിപ്തമായ ബന്ധങ്ങൾ എന്ന് തന്നെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആരുമാകാം, നമ്മുടെ സുഹൃത്തുക്കളായേക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ, അല്ലെങ്കിൽ മാതാപിതാക്കളോ ആരെങ്കിലും ആവാം. എന്തൊക്കെയാണ് ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെ സൂചന എന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തേതാണ് അവർ നിങ്ങളുടെ സ്വകാര്യത മാനിക്കില്ല എന്നതാണ്. ഏത് വിധേനയും നിങ്ങളിലേക്ക് കടന്നു കയറാൻ അവർ മടിക്കില്ല. ഇവരിൽ നിന്ന് നിങ്ങൾ അകലാൻ ശ്രമിക്കും തോറും അവർ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിക്കൊണ്ടേയിരിക്കും. ഒന്നുകിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും, അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയായിരിക്കാം അവരുടേത്. അതല്ലെങ്കിൽ നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടും ഇരിക്കും. എന്തായാലും നിങ്ങൾക്ക് മുകളിലൊരു അധികാരം സ്ഥാപിക്കാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. കൺട്രോൾ ചെയ്യുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, എന്നാൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അവർ ധാരാളം കള്ളങ്ങൾ പറയും. സാങ്കല്പികമായതോ അല്ലാത്തതോ ആയ കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വസ്തുതകൾ വളച്ചൊടിക്കും. ഈ കള്ളം പറയുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്ഥിരം പരിപാടിയും ഇതുതന്നെയായിരിക്കും. ഇവരുടെ പ്രശ്നങ്ങൾ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ധാരാളം കള്ളങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ടോക്സിക് ആയ വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ പറയുന്നത് എപ്പോഴും ശരിയായിരിക്കും എന്ന് അവർ വാദിച്ചുകൊണ്ടേയിരിക്കും. അവർ തെറ്റാണെന്ന് അവരൊരിക്കലും സമ്മതിച്ചു തരില്ല. അവരുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ പോലും, അതൊരു നിസ്സാരമായ തെറ്റാണെങ്കിൽ പോലും അവർക്ക് സമ്മതിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഈഗോയെ അത് വ്രണപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ടോക്സിക് ആയ വ്യക്തികൾ എപ്പോഴും താനൊരു വിക്ടിമാണ് എന്ന രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കും. എല്ലാം സഹിക്കുന്നതും എല്ലാം ക്ഷമിക്കുന്നതും ആ ഒരു വ്യക്തിയാണ്, ടോക്സിക്കായ വ്യക്തിയാണ് എന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും. മുൻവിധിയോടെ കാര്യങ്ങളെയും വ്യക്തികളെയും അമിതമായി സമീപിച്ചുകൊണ്ടിരിക്കുന്നതും ഇവരുടെ ഒരു രീതിയാണ്. മുൻവിധികൾ എല്ലാവർക്കും ഉണ്ടാകും, പക്ഷേ ഇവരിൽ ഇത് വളരെ അപകടകരമായ രീതിയിൽ കൂടുതലായിട്ട് കാണപ്പെടാം. എപ്പോഴും നിങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങളും സഹായങ്ങളും പറ്റുക എന്നതല്ലാതെ തിരിച്ചു തരുന്ന കാര്യത്തിൽ അവർ പിന്നിലായിരിക്കും. ഇതും ടോക്സിസിറ്റി തിരിച്ചറിയാനുള്ളൊരു ഉപാധിയാണ്. നിങ്ങളുടെ സമയം, എനർജി, പണം, സാമൂഹികമായ നിങ്ങളുടെ മൂലധനം, സ്നേഹം, മറ്റു വസ്തുക്കൾ, റിലേഷൻഷിപ്പ് എല്ലാം അവർ എടുക്കും. ഇതിലൊന്നും തിരിച്ചു തരണമെന്നില്ല. നിങ്ങളെ ക്ഷീണിതരായും ഉൽപാദനക്ഷമതയില്ലാത്ത അവസ്ഥയിലായവരുമാക്കി തീർക്കാൻ മാത്രമേ ഇവർക്ക് സാധിക്കൂ. നിങ്ങളുടെ അവസാന തുള്ളി ഊർജവും ചോർന്ന് നിങ്ങൾ അവശരാകുന്ന ഒരു അവസ്ഥ, ആത്മവിശ്വാസമില്ല, പ്രതീക്ഷയില്ല, അഭിനന്ദനമില്ല, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുകയാണ് ഇത്തരം ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉള്ളവർ ചെയ്യുന്നത്. ടോക്സിക് ബന്ധങ്ങൾ വ്യക്തി എന്ന നിലയിലുള്ള വളർച്ചയെയും കരിയറിനെയും എല്ലാം ഒരുപോലെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത്തരം റിലേഷൻഷിപ്പ് ഒട്ടും ഹെൽത്തി ആയിരിക്കില്ല. ഇത്തരം റിലേഷൻഷിപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇത്തരം റിലേഷൻഷിപ്പ് ഒഴിവാക്കാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറ്റാൻ അവർ സമ്മതിക്കില്ല. ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ നമ്മളെ പൂർണ്ണമായിട്ടും തളർത്തുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്നും ഓവർകം ചെയ്യാനായിട്ട് തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. ടോക്സിക് ആയ വ്യക്തികളുടെ ഒരു ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.